നമസ്കാരം. ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയ നീറ്റ് പരീക്ഷ അട്ടിമറിയും ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ തന്നെ കേന്ദ്ര ഭരണകൂടത്തിന് വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. രാജ്യതലസ്ഥാനമായിട്ടുള്ള ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ ഉയർന്നു വന്ന ബഹുജന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾ കേവലം ഒരു ക്രമസമാധാന പ്രശ്നമായി ചൂണ്ടിക്കാണിക്കാനായിരുന്നു തുടക്കത്തിൽ അധികൃതരൊക്കെ തന്നെ ശ്രമിച്ചത്. എന്നാൽ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ ഭാവി അനിശ്ചിതത്വത്തിലാക്കിയ പരീക്ഷാ വീഴ്ചകൾക്കെതിരെയുള്ള ജനരോഷം അതിവേഗമാണ് ഇവിടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പടർന്നു പിടിച്ചത്. ജന്തർ മന്ദറിലെ സമാധാനപരമായിട്ടുള്ള പ്രതിഷേധ ധർണയെ അടിച്ചമർത്താൻ ഡൽഹി പോലീസും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും നടത്തിയ കർശന നടപടികൾ സംഭവവികാസങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു. ഇതോടെ വിഷയത്തിൻ്റെ ശ്രദ്ധ തെരുവുകളിൽ നിന്ന് രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൻ്റെ ഇടപെടലുകളിലേക്ക് പോലും തിരിയുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. സമരക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ബലപ്രയോഗവും നടപടികളും ഇപ്പോൾ സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള പരിശോധനയിലാണ്. പ്രതിഷേധങ്ങൾ നിയന്ത്രിക്കുന്നതിനായിട്ട് സുരക്ഷാ സേന ഉപയോഗിച്ച കണ്ണീർവാതക ഷെല്ലുകൾ, പെല്ലറ്റുകൾ എന്നിവയുടെയൊക്കെ വിവരങ്ങളും കണക്കുകളും സമർപ്പിക്കാനായിട്ട് സുപ്രീം കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം ജനകീയ പ്രതിഷേധങ്ങളെ നേരിടുമ്പോൾ സുരക്ഷാ ഏജൻസികൾ പാലിക്കേണ്ടതായിട്ടുള്ള കൃത്യമായ മാർഗരേഖ അഥവാ പ്രോട്ടോകോൾ സംബന്ധിച്ച നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളും കോടതി ഉന്നയിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ ചുമത്തപ്പെട്ട കേസുകളിൽ അനാവശ്യമായിട്ടുള്ള കാർക്കശ്യം പുലർത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും അതുപോലെ ഇതിന്മേൽ വിവരങ്ങളൊക്കെ തന്നെ കൃത്യമായി ശേഖരിക്കാനും കേരളം ഉൾപ്പെടെ 6ഓളം സംസ്ഥാന സർക്കാരുകൾ നിർണായക വിവരങ്ങൾ നീതിപീഠത്തിന് കൈമാറാനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. വിഷയത്തിൽ വിരമിച്ച സുപ്രീം കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായിട്ടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉയർന്നിട്ടുണ്ട്. ഇതിന്മേൽ നീതിപീഠത്തിൽ നിന്ന് ഒരു ഇടക്കാല ഉത്തരവ് ഉണ്ടായാൽ അത് പരീക്ഷാ ഏജൻസിയുടെ പ്രവർത്തനക്ഷമതയെയും ഉന്നതതലത്തിലെ വീഴ്ചകളെയും പുറത്തു കൊണ്ടുവരുന്നതിൽ സുപ്രധാനമായ ഒരു വഴികാട്ടിയാകും. എന്നാൽ നിയമപരമായിട്ടുള്ള വിചാരണ ഒരു വശത്തെ പുരോഗമിക്കുമ്പോഴും മറുഭാഗത്ത് കടുത്ത സൈബർ നിരീക്ഷണവും പോലീസ് നടപടികളുമൊക്കെ തന്നെ ശക്തമാക്കുകയാണ് അധികൃതർ ഇവിടെ ചെയ്യുന്നത്. സമരത്തിന് സജീവ പിന്തുണ നൽകിയതിനും തത്സമയ വിവരങ്ങളൊക്കെ തന്നെ പൊതുജനങ്ങളിലേക്ക് എത്തിച്ചതിനും ഏകദേശം 150ഓളം സോഷ്യൽ മീഡിയ പ്രൊഫൈലുകളും കോണ്ടന്റ് ക്രിയേറ്റർമാരും നിലവിലിപ്പോൾ ഡൽഹി പോലീസിൻ്റെ പ്രത്യക്ഷ നിരീക്ഷണത്തിലാണ്. ഇതിന് പുറമെ ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ ഏജൻസികൾ, മാധ്യമപ്രവർത്തകർ, ഇൻഫ്ലുവൻസർമാർ എന്നിവർക്കെതിരെ കേസെടുക്കാനും സൈബർ സർവേലൻസ് നടത്താനുമുള്ള നീക്കങ്ങളൊക്കെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ട് വിമർശിക്കപ്പെടുന്നുണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിലേക്ക് സമരം വഴിമാറുകയും പ്രതിപക്ഷ പാർട്ടികൾ വിഷയത്തിൽ ശക്തമായി ഇടപെടുകയും ചെയ്തതോടെ ഭരണകൂടം കൂടുതൽ പ്രതിരോധത്തിലായി മാറി. മാധ്യമ വിചാരണയിൽ നിന്നും പൊതുജന രോഷത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വ്യത്യസ്തമായിട്ടുള്ള PR തന്ത്രങ്ങളും നയതന്ത്ര സമീപനങ്ങളുമാണ് നിലവിലിപ്പോൾ ആവിഷ്കരിക്കപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായി സമരരംഗത്തുള്ള വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ച് പ്രധാനമന്ത്രിയുടെ പേരിൽ പ്രത്യേക സന്ദേശങ്ങളും വീഡിയോകളും ഒക്കെ തന്നെ പുറത്തിറങ്ങിയത് ഇതിനോടകം തന്നെ വലിയ രീതിയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട്. വിദ്യാർത്ഥി സമൂഹത്തോടെ അനുഭാവം പ്രകടിപ്പിക്കാനും വിഷയം ശാന്തമാക്കാനും കേന്ദ്ര ഭരണാധികാരികൾ ശ്രമിക്കുമ്പോഴും യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കാനും അടിസ്ഥാന പ്രശ്നം മറച്ചുവെക്കാനുമുള്ള ശ്രമമാണിതെന്നാണ് പ്രക്ഷോഭകർ ആരോപിക്കുന്നത്. ജനകീയ ആവശ്യങ്ങളെ അവഗണിക്കുകയും പ്രതിഷേധിക്കുന്നവരെ ക്രമസമാധാന ലംഘകരായിട്ട് ചിത്രീകരിക്കുകയും ചെയ്യുന്ന ഭരണകൂട നിലപാടുകളൊക്കെ തന്നെ പൊതുസമൂഹത്തിൽ വലിയ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അധികാരത്തിൻ്റെ കാര്യത്തിൽ സുതാര്യമായിട്ടുള്ള അന്വേഷണത്തിൽ നിന്ന് പിൻവാങ്ങാനോ ആരോപണങ്ങളിൽ നിന്ന് ഒഴിവാകാനോ സർക്കാരിന് എളുപ്പമല്ലെന്ന സന്ദേശമാണ് നിലവിലുള്ള സംഭവ വികാസങ്ങളൊക്കെ തന്നെ ഇപ്പോൾ നൽകുന്നത്. ഡിജിറ്റൽ നിയന്ത്രണങ്ങളിലൂടെയും അതോടൊപ്പം തന്നെ പോലീസ് നടപടികളിലൂടെയും ജനശബ്ദത്തെ പ്രതിരോധത്തിലാക്കുക എന്നത് ജനാധിപത്യപരമായിട്ടുള്ള ഭരണരീതിക്ക് ചേർന്നതല്ലെന്ന വിമർശനവും ഉയർന്നു വരും. ഏതായാലും വരും ദിവസങ്ങളിൽ സുപ്രീം കോടതിയിൽ നിന്ന് വരാനിരിക്കുന്ന ഇടക്കാല ഉത്തരവുകളും നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പരീക്ഷ നടത്തിപ്പ് നയങ്ങൾക്ക് നിർണായകമായി മാറും. ജനാധിപത്യ രാജ്യങ്ങളിൽ സമാധാനപരമായിട്ട് പ്രതിഷേധിക്കാനുള്ള പൗരന്മാരുടെ ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ ഭരണകൂട ശക്തി ഉപയോഗിച്ച് അടിച്ചമർത്താൻ കഴിയില്ലെന്ന വലിയ പാഠമാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം വ്യക്തമാക്കുന്നത്. ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ നീതിപീഠവും സത്യസന്ധമായിട്ടുള്ള വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ജനകീയ പ്രസ്ഥാനങ്ങളും ഒരുപോലെ പോരാടുമ്പോൾ വരും ദിവസങ്ങളിലെ കോടതി വിധികളിലേക്ക് ഉറ്റുനോക്കുകയാണ് രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ മാതാപിതാക്കളും.